ആര്യയുടെ വീടിന്റെ മുറ്റം ആൾക്കൂട്ടവും മാധ്യമപ്രവർത്തകരും വളഞ്ഞു നിൽക്കുന്നു. ആര്യയുടെ കൈകളിൽ വിലങ്ങ് പൂട്ടി പോലീസുകാരി നിൽക്കുന്നു. സുധിയും രാഘവേട്ടനും കരഞ്ഞുകൊണ്ട് ഇൻസ്പെക്ടറോട് അപേക്ഷിക്കുന്നു. പെട്ടെന്ന് ജനക്കൂട്ടത്തിനിടയിലൂടെ പ്രകാശൻ അഹങ്കാരത്തോടെ മുന്നിലേക്ക് നടന്നെത്തുന്നു. പ്രകാശൻ ആര്യയുടെ കയ്യിലെ തണുത്ത ഇരുമ്പ് വിലങ്ങിലേക്ക് നോക്കി വായടച്ച് ചിരിച്ചു. അവൻ സഹതാപം നടിച്ചുകൊണ്ട് ഇൻസ്പെക്ടറുടെ അടുത്തേക്ക് ചെന്നു. പ്രകാശൻ വ്യാജ സങ്കടത്തോടെ പറഞ്ഞു, സാറേ, എൻ്റെ സ്വന്തം പെങ്ങളായത്. കുടുംബത്തിന്റെ പേര് ചീത്തയാക്കരുത് എന്ന് ഞാൻ എത്ര തവണ അവളോട് പറഞ്ഞതാ. നാട്ടുകാരുടെ വയറ്റിലേക്ക് കേടായ ഭക്ഷണവും വിഷവും തള്ളിവിട്ട് പണമുണ്ടാക്കാൻ നോക്കിയപ്പോൾ ഇവൾ ഓർക്കണമായിരുന്നു, ചോരബന്ധമാണെങ്കിലും സാർ ഇവളെ വെറുതെ വിടരുത്. നിയമം നൽകുന്ന ശിക്ഷ ഇവളെ അനുഭവിക്കണം. സുധി കോപത്താൽ വിറച്ച് പ്രകാശിന് നേരെ പാഞ്ഞെടുക്കുന്നു. എടാ പ്രകാശ, നിർത്തട നിന്റെ അഭിനയം. എൻ്റെ പെണ്ണ് ഒരു തെറ്റും ചെയ്യില്ലെന്ന് നിനക്കറിയാം. അവൾ വീണു കാണാൻ കാത്തു നിന്നവനല്ലേടാ നീ. എൻ്റെ പെണ്ണിന്റെ കൈകളിൽ ഈ വിലങ്ങ് വീണപ്പോൾ നിന്റെ ഉള്ളിൽ സന്തോഷം തിളയ്ക്കുകയാണെന്ന് എനിക്കറിയാം. ആര്യ വിറയ്ക്കുന്ന ശബ്ദത്തിൽ തളർന്നു പറഞ്ഞു. സുധിയേട്ടാ, വിട്ടേക്ക്. അവനോടൊന്നും പറയണ്ട. സ്വന്തം ചോരയ്ക്ക് പോലും എൻ്റെ വളർച്ച കണ്ടപ്പോൾ കുശുമ്പ് മൂത്തതാണെങ്കിൽ ഞാനിവിടെ അനുഭവിക്കുന്നത് എൻ്റെ വിധിയെ സുധിയേട്ടാ. ഇൻസ്പെക്ടർ പറഞ്ഞു. നിർത്തല്ലാവരും. മാറട അങ്ങോട്ട്. വണ്ടിയിലേക്ക് കയറ്റിവളെ. ആര്യ പോലീസ് ജീപ്പിലേക്ക് കയറ്റാൻ തുനിയുമ്പോൾ റോഡിന്റെ മറുഭാഗത്ത് നിന്ന് ശ്രീജ വിറയ്ക്കുന്ന കൈകളിൽ ഫോണും പിടിച്ച് പരിഭ്രാന്തിയോടെ ആൾക്കൂട്ടത്തിനിടയിലൂടെ ഓടിയെത്തുന്നു. പോലീസിന് മുന്നിലേക്ക് ചാടി വീഴ ആഞ്ഞ ശ്രീജയെ ആരും കാണാതെ പിന്നിൽ നിന്ന് പ്രകാശൻ ശ്രദ്ധിക്കുന്നു. ശ്രീജയുടെ വസ്ത്രങ്ങളും കൈകളും പേടികൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ ഫോൺ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആര്യയ്ക്ക് നേരെ ഓടാൻ തുനിഞ്ഞു. ശ്രീജ വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങുന്നു. സാറേ, ആര്യേച്ചി ഒന്നും ചെയ്യരുത്. ആര്യേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറേ. ശ്രീജയുടെ ശബ്ദം പുറത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ പ്രകാശം പെട്ടെന്ന് തിരിഞ്ഞ് ശ്രീജയുടെ കൈത്തണ്ടയിൽ ആഞ്ഞു പിടിച്ചു. അവൻ അവളെ ആൾക്കൂട്ടത്തിന് പിന്നിലെ വലിയൊരു മാവിൻ ചുവട്ടിലേക്ക് ബലമായി വലിച്ചിഴച്ചു കൊണ്ടുപോയി. ഈ സമയം വീടിന്റെ കോണിൽ നിന്ന് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചു കരയുകയായിരുന്ന സുചിത്രയുടെ കണ്ണിൽ ഈ കാഴ്ചപ്പെടുന്നു. സുചിത്ര മനസ്സിൽ അമ്പരപ്പോടെ, അതെന്താ പ്രകാശേട്ടൻ ശ്രീചേച്ചിയെ അങ്ങോട്ട് ബലമായി വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത്? ശ്രീചേച്ചിയുടെ കയ്യിൽ ആ ഫോണിൽ എന്താ ഉള്ളത്? അവൾ ആര്യേച്ചിയെ രക്ഷിക്കാൻ എന്തോ പറയാൻ വന്നതാണല്ലോ. സുചിത്ര ആരും കാണാതെ മെല്ലെ അവരുടെ പിന്നാലെ നീങ്ങുന്നു. പ്രകാശൻ അവിടെ വെച്ച് ശ്രീജയുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിയെടുത്ത് നിലത്തിട്ട് ബൂട്ട്സ് കാൽ കൊണ്ട് ആഞ്ഞു ചവിട്ടി തകർക്കുന്നു. കരഞ്ഞു നിലവിളിക്കുന്ന ശ്രീജയെ തള്ളി മാറ്റി അവൻ അവിടെ നിന്ന് തിരികെ പോകുന്നു. പ്രകാശന്റെ വീട്. സമയം രാത്രി 10 മണി. തല്ലിപ്പൊളിച്ച ഫോണുമായി പ്രകാശൻ ശ്രീജയെ ബലമായി വീട്ടിലേക്ക് കയറ്റിക്കൊണ്ടുവരുന്നു. ശ്രീജയെ മുറിക്കുള്ളിലേക്ക് തള്ളി മാറ്റി അവൻ രോക്ഷത്തോട് ഉപദ്രവിക്കുകയാണ്. പ്രകാശൻ പല്ലുറുമി ശ്രീജയുടെ നേരെ അലറുന്നു. ഡേ, എന്ത് കണ്ടിട്ടാണ് നീ ഓടിച്ചാടി പോലീസിന്റെ അടുത്തേക്ക് പോകാൻ നോക്കിയത്? ആര്യയെ രക്ഷിക്കാൻ ഇറങ്ങിയാൽ നിന്നെ ഞാൻ ഇവിടെ ഇട്ട് തീർത്ത് കളയും. ശ്രീജയെ തള്ളി മുറിയിലിട്ട് പട്ടിണിക്കിട്ട് വീട് പൂട്ടി പ്രകാശൻ ഉമ്മറത്തേക്ക് ഇറങ്ങി വരുന്നു. അവൻ നിലത്ത് കിടക്കുന്ന ഫോണിന്റെ തകർന്ന കഷ്ണങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോഴാണ് പെട്ടെന്ന് ഞെട്ടിപ്പോകുന്നത്. ഫോണിന്റെ കഷ്ണങ്ങൾക്കിടയിൽ ആ മൈക്രോ SD കാർഡ് അപ്രത്യക്ഷമായിരിക്കുന്നു. പ്രകാശന്റെ നെറ്റിയിൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. ഭയത്തോടെ അവൻ പെറുപിറുത്തു. എൻ്റെ ദൈവമേ, ഇതിലുണ്ടായിരുന്ന മെമ്മറി കാർഡ് എവിടെ പോയി? മാവിൻ ചുവട്ടിൽ വെച്ച് ഫോൺ ചവിട്ടി പൊട്ടിച്ചപ്പോൾ കാർഡ് തെറിച്ച് നിലത്ത് വീണ് കാണുമോ? അതിലാണല്ലോ രാമനാഥേട്ടൻ പറഞ്ഞിട്ടാണ് വിഷം കലർത്താൻ പ്ലാൻ ചെയ്തതെന്ന് ആ ഗുണ്ടയോട് ഞാൻ സംസാരിക്കുന്ന വീഡിയോ. പതറിപ്പോയ പ്രകാശം വേഗത്തിൽ പലിശക്കാരൻ രാമനാഥന്റെ അടുത്തേക്ക് ഓടിയെത്തി വിവരങ്ങൾ പറയുന്നു. പ്രകാശം വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, രാമനാഥേട്ടാ, വലിയൊരു പണി പാളി. ശ്രീജയുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ ഞാൻ മാവിൻ ചുവട്ടിൽ വെച്ച് ചവിട്ടി പൊട്ടിച്ചതാണ്. പക്ഷെ അതിലെ മെമ്മറി കാർഡ് കാണാനില്ല. അത് തെറിച്ച് മാവിൻ ചൂട്ടിൽ മണ്ണിൽ വീണിട്ടുണ്ടാവും. രാമനാഥൻ ഞെട്ടലോടെ ചാടി എണീറ്റ്. എന്താടാ പറഞ്ഞത്? മെമ്മറി കാർഡ് അവിടെ ഉണ്ടെന്നോ? എടാ, ആ കാർഡ് വല്ലവരുടെയും കയ്യിൽ കിട്ടിയാൽ നമ്മൾ രണ്ടുപേരും ജയിലിൽ അഴിയെണ്ണുമടാ. വാടാ, വേഗം പോയി ആ മാവിൻ ചൂട്ടിൽ തിരയാം. സമയം രാത്രി 10:30. ആരും കാണാതെ കയ്യിൽ ചെറിയൊരു ടോർച്ചുമായി സുചിത്ര വീടിന് പുറത്തേക്ക് ഇറങ്ങി. പ്രകാശനും രാമനാഥനും വരുന്നതിന് തൊട്ടു മുൻപായിരുന്നു അത്. അവൾ പതുക്കെ മാവിൻ ചൂട്ടിലേക്ക് നടന്ന നിലത്ത് മുട്ടുകുത്തിയിരുന്ന് മണ്ണിൽ കൈവച്ച് പരതി. പെട്ടെന്ന് ഫോണിന്റെ മെമ്മറി കാർഡ് സ്ലോട്ടിൽ കേടുപാടുകൾ കൂടാതെ ഇരിക്കുന്ന ആ മൈക്രോ SD കാർഡ് അവൾക്ക് ലഭിക്കുന്നു. സുചിത്ര വേഗത്തിൽ സ്വന്തം മുറിയിലേക്ക് കയറി വാതിലടച്ച് ലാപ്ടോപ്പിലേക്ക് കാർഡിട്ട് വീഡിയോ പ്ലേ ചെയ്തു. സ്ക്രീനിലുള്ള ദൃശ്യത്തിൽ പ്രകാശൻ ഗുണ്ടയോട് ആര്യയുടെ പലഹാരത്തിൽ വിഷം കലർത്താൻ പറയുന്നതും അത് പലിശക്കാരൻ രാമനാഥൻ പറഞ്ഞിട്ടാണെന്ന് വെളിപ്പെടുത്തുന്നതും വ്യക്തമായി കാണാം. സുചിത്ര വിറയ്ക്കുന്ന വിരലുകളോട് ആത്മകഥം പറഞ്ഞു, പ്രകാശേട്ടാ, സ്വന്തം പെങ്ങളോട് നീ ഈ ചതി ചെയ്തല്ലേ? ഇത് വെറുമൊരു പെൻഡ്രൈവിലാക്കി കൊണ്ടുപോയാൽ നിന്നെ പോലെ ഒരു മൃഗം അത് തട്ടിയെടുക്കുമെന്ന് എനിക്കറിയാം. സുചിത്ര വേഗത്തിൽ ആ വീഡിയോ ഫയൽ വേറൊരു ഇമെയിൽ ID സെൻഡ് ചെയ്യുന്നു. അതിനുശേഷം ലാപ്ടോപ്പ് ഓഫ് ചെയ്ത് അവൾ പുറത്തേക്ക് ഇറങ്ങുന്നു. രാത്രി 11:15. രാമനാഥനും പ്രകാശനും മാവിൻ ചുവട്ടിൽ ടോർച്ച് അടിച്ച് മെമ്മറി കാർഡിനായി പരതുമ്പോൾ സുചിത്ര അവിടെ നിന്ന് ഓടുന്നത് കാണുന്നു. പ്രകാശൻ അലറിക്കൊണ്ട്,
ആരാടാ അത്? സുചിത്രയോ? രാമനാഥേട്ടാ, ആ കാർഡ് അവളുടെ കയ്യിലാ ഉള്ളത്, അവളെ പിടിക്ക്. രണ്ടുപേരും പാഞ്ഞെടുത്ത് സുധിയുടെ വീടിന്റെ മുറ്റത്ത് വെച്ച് സുചിത്രയുടെ വഴി തടയുന്നു. ശബ്ദം കേട്ട് വാതിൽ തുറന്ന് സുധി രാഘവേട്ടന് മുറ്റത്തേക്ക് ഓടിയെത്തുന്നു. പ്രകാശ് സുചിത്രയുടെ കൈ ബലമായി തിരിച്ച് അവളുടെ കയ്യിലിരുന്ന പെൻഡ്രൈവ് തട്ടിയെടുക്കുന്നു. എടി, ഇതാണോടി നിന്റെ കയ്യിലുള്ള തെളിവ്? എന്റെ അനിയത്തിയെ രക്ഷിക്കാൻ ഇറങ്ങി തിരിച്ചേക്കുവാണോ നീ? പ്രകാശൻ ആ പെൻഡ്രൈവ് നിലത്തിട്ട് ബൂട്ട്സ് കാൽ കൊണ്ട് ആഞ്ഞു ചവിട്ടി കഷ്ണങ്ങളാക്കുന്നു. രാമനാഥൻ അത് കണ്ട് അഹങ്കാരത്തോടെ ചിരിക്കുന്നു. രാമനാഥൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട്, കഴിഞ്ഞടി നിന്റെ കളി. ഇനി നീ ഏത് കോടതിയിൽ പോയി തെളിവ് കൊടുക്കും? ആ തയ്യൽക്കാരി ഇനി ജയിലിൽ കിടന്ന് ചെയ്യും. വാടാ പ്രകാശ, പോവാം. കരഞ്ഞു നിലവിളിക്കുന്ന സുചിത്രയെ തറയിലേക്ക് തള്ളിവിട്ട് തെളിവെല്ലാം നശിപ്പിച്ചെന്ന ആത്മവിശ്വാസത്തിൽ പ്രകാശിന് രാമനാഥനും അഹങ്കാരത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. പ്രകാശിനും രാമനാഥനും പോയതിനു ശേഷം സുധി മുറ്റത്തെ മണ്ണിലിരുന്ന് നെഞ്ചത്തടിച്ച് കരയുന്നു. സുധി കണ്ണീരോട് തളർന്നുകൊണ്ട് പറഞ്ഞു, തീർന്നല്ലോ, എല്ലാം തീർന്നല്ലോ ദൈവമേ. എൻ്റെ ആര്യയെ രക്ഷിക്കാൻ ഉണ്ടായിരുന്ന ഒരേയൊരു തെളിവും അവൻ തല്ലി തകർത്തല്ലോ. ഇനി ഞാൻ എന്ത് പറഞ്ഞ് എൻ്റെ പെണ്ണിനെ തിരിച്ചു കൊണ്ടുവരും രാഘവേട്ട? സുചിത്ര തറയിൽ നിന്ന് മെല്ലെ എഴുന്നേറ്റ് വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. സുധിയേട്ട, കരച്ചിൽ നിർത്ത്. ആരും തോറ്റിട്ടില്ല. എൻ്റെ ആര്യച്ച് ജയിലിൽ കിടക്കില്ല. സുധി നിരാശയോടെ തലയുയർത്തിക്കൊണ്ട് പറഞ്ഞു. നീ എന്താ സുചിത്ര ഈ പറയുന്നത്? ഉണ്ടായിരുന്ന പെൺഡ്രൈവ് അവൻ ചവിട്ടി അരച്ചില്ലേ? സുചിത്ര ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. അവൻ തകർത്തത് വെറുമൊരു പ്ലാസ്റ്റിക് കഷ്ണമോ സുധിയേട്ടാ. ആ പ്രകാശനും രാമനാഥനും മാവിൻ ചുവട്ടിൽ ടോർച്ചടിച്ച് മണ്ണ് പരതിയപ്പോൾ ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ആ വീഡിയോ സുധിയേട്ടൻ്റെ ഫോണിലേക്ക് അയച്ചു വെച്ചിട്ടുണ്ട്. സുധിയേട്ടൻ ഫോൺ എടുത്ത് മെയിൽ ഒന്ന് തുറന്നു നോക്ക്. സുധി ഞെട്ടിത്തെറിച്ച് എഴുന്നേറ്റു. വിറയ്ക്കുന്ന കൈകളോടെ പോക്കറ്റിൽ നിന്ന് ഫോൺ പുറത്തെടുത്ത് ജിമെയിൽ ഇൻബോക്സ് തുറന്നു. അവിടെ ഇതാ കിടക്കുന്നു സുചിത്ര അയച്ച ആ പുതിയ സന്ദേശം. സുധി വിറയ്ക്കുന്ന വിരലുകളോടെ ആ വീഡിയോ പ്ലേ ചെയ്തു. സ്ക്രീനിൽ പ്രകാശന്റെ മുഖവും അവൻ വിഷം കലർത്താൻ പ്ലാൻ ചെയ്യുന്നതും രാമനാഥന്റെ പേര് പറയുന്നതും മുഴങ്ങിക്കേട്ടു. സുധി അത്ഭുതത്തോടെയും സന്തോഷത്തോടെയും ചോദിച്ചു, സുചിത്രേ, ഇത് നിനക്ക് എവിടുന്നാ കിട്ടിയത്? സുചിത്ര പറഞ്ഞു, സുധിയേട്ടാ, ആര്യേച്ചി പോലീസുകാർ കൊണ്ടുപോകുമ്പോൾ ശ്രീചേച്ചി കയ്യിലൊരു ഫോണുമായി ഓടി വന്നത് ഞാൻ കണ്ടിരുന്നു. പക്ഷേ പ്രകാശേട്ടൻ അവളെ ബലമായി കാറിലേക്ക് തള്ളിക്കയറ്റി വീട്ടിലേക്ക് കൊണ്ടുപോയി. ഫോൺ അവിടെ വെച്ച് തല്ലിപ്പൊട്ടിച്ചെങ്കിലും എനിക്കൊരു സംശയം തോന്നി അവിടെ പോയി പരതിയതാ. അപ്പോഴാ മണ്ണിൽ നിന്ന് ഈ മെമ്മറി കാർഡ് കിട്ടിയത്. സുധി വലിയൊരു ഞെട്ടലോടെ, എന്താ, ശ്രീചേച്ചി അവൻ ബലമായി കൊണ്ടുപോയെന്നോ? അയ്യോ, അപ്പോൾ ആ മൃഗ ശ്രീചേച്ചി എന്തെങ്കിലും ചെയ്യും. അവളെ അവന് വീട്ടിൽ തടങ്കലാക്കിയിട്ടുണ്ടാകും. രാഘവേട്ട, നമുക്ക് വേഗം പോയി ശ്രീചേച്ചിയെ രക്ഷിക്കണം. പ്രകാശന്റെ വീടിന്റെ മുൻവശം. സുധിയും രാഘവേട്ടനും സുചിത്രയും ഓടിയെത്തുന്നു. വീട് പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. അകത്തുനിന്ന് ശ്രീജയുടെ വിങ്ങിപ്പൊട്ടൽ കേൾക്കാം. സുധി വാതിലിലെ വലിയ പൂട്ട് കല്ലെടുത്ത് ആഞ്ഞടിച്ച് തകർക്കുന്നു. വാതിൽ തുറന്ന് അകത്തേക്ക് ഓടിക്കയറുമ്പോൾ കൈകാലുകൾ കൂട്ടിക്കെട്ടി മുഖത്ത് പരിക്കുകളോടെ നിലത്ത് കിടക്കുന്ന ശ്രീജയെ അവർ കാണുന്നു. സുധി ഓടിച്ചെന്ന് ശ്രീജയുടെ കെട്ടുകൾ അഴിച്ചുകൊണ്ട് പറഞ്ഞു, ശ്രീജേച്ചി, പേടിക്കേണ്ട, ഞങ്ങൾ വന്നു. ശ്രീജ കരഞ്ഞുകൊണ്ട് സുധിയുടെ കൈകളിൽ പിടിച്ച്, സുധി, ആ പ്രകാശൻ എന്നെ തല്ലി ചതച്ചു, ഫോണും പൊട്ടിച്ചു. ആര്യേച്ചിയെ രക്ഷിക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ ദൈവമേ. സുചിത്ര ശ്രീജയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ചേച്ചി കരയേണ്ട, ആ കാർഡ് എനിക്ക് കിട്ടി. ആ വീഡിയോ ഇപ്പോൾ സുധിയേട്ടൻ്റെ ഫോണിലുണ്ട്. നാളെ നേരം വെളുക്കുമ്പോൾ പ്രകാശിൻ്റെയും രാമനാഥൻ്റെയും അന്ത്യമായിരിക്കും. ശ്രീജ കണ്ണുനീരോടെ സുചിത്രയെയും സുധിയെയും കെട്ടിപ്പിടിക്കുന്നു. പ്രകാശിൻ്റെയും രാമനാഥൻ്റെയും പൂർണ്ണമായ തകർച്ച ഉറപ്പാക്കിക്കൊണ്ട് ആ രാത്രി അവസാനിക്കുന്നു.